മീനാക്ഷി എന്ന പേരിലാണ് കൂടുതൽ അറിയാവുന്നത്. മീനാക്ഷി എന്ന പേരും ഭാഗ്യലക്ഷ്മി എന്ന പേരും ഒരുപോലെ തന്നെ ഞാൻ സ്വീകരിച്ചേക്കുന്ന ഒരാളാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഗോവ മലയാളി ന്യൂസ് എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അയച്ചു തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. തട്ടിമുട്ടിയിൽ നിന്ന് പിന്മാറിയെന്നാണ് ആദ്യത്തെ ചോദ്യം. എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. തട്ടിമുട്ടിയിൽ മീനാക്ഷിയെ കാണുന്നില്ല, തട്ടിമുട്ടിയിൽ മീനാക്ഷിയെ കാണുന്നില്ല, എന്ത് പറ്റി മീനാക്ഷിക്ക്, മീനാക്ഷി എവിടെ പോയി? എല്ലാവരും ഇതേ സെയിം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിനുള്ള ഒരു ഉത്തരവും കൂടെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തട്ടിമുട്ടിയില് മീനാക്ഷി താൽക്കാലികമായിട്ട്, അതായത് ടെമ്പററി ആയിട്ട് പിന്മാറിയിരിക്കുകയാണ്. അതായത് ഇപ്പൊ ഞാൻ എന്റെ ജോലിയുടെ ആവശ്യത്തിനായിട്ട് ഞാൻ ലണ്ടനിൽ വന്നിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഞാൻ ഒന്ന് പിന്മാറിയിരിക്കുകയാണ്. പക്ഷെ അതിനർത്ഥം ഞാൻ ഒരിക്കലും തിരിച്ചു വരത്തില്ല എന്നല്ല. ഉടനെ ഞാൻ തിരിച്ചു വരും. എനിക്ക് അങ്ങനെ ഒന്നും തട്ടിമുട്ടിയിൽ നിന്ന് പിന്മാറി നിൽക്കാൻ പറ്റത്തില്ല. ഉടനെ ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. ഇപ്പോൾ എവിടെയാണുള്ളത്, അവിടുത്തെ കോവിഡ് സാഹചര്യങ്ങൾ എങ്ങനെയാണ്? എല്ലായിടത്തെ പ്രശ്നങ്ങളുള്ള പോലെ തന്നെ ലണ്ടനിലും പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഞാൻ വന്ന സമയത്ത്, അതായത് ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പാണ് ഞാനിവിടെ വന്നത്. വന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെന്റ് ഒരുപാട് മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. എല്ലാവരും പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ മാസ്ക് ഒക്കെ വെച്ച്, അതുപോലെ തന്നെ എല്ലാവരും നിന്ന് ഒരു അകലമൊക്കെ പാലിച്ചാണ് നടക്കുന്നത് ഇവിടെ. അതായത് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും അതുപോലെ തന്നെ മാസ്കും യൂസ് ചെയ്യുന്നുണ്ട്. വന്നതിനേക്കാളും ഒരുപാട് ബെറ്റർ ആണ്. ഇപ്പം ജസ്റ്റ് പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇനി തട്ടിമുട്ടിലേക്ക് തിരിച്ചു വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തട്ടിമുട്ടിലേക്ക് ഞാൻ ഉറപ്പായിട്ട് തിരിച്ചു വരും. അങ്ങനെ ഒന്നും ഞാൻ തട്ടിമുട്ടിന്ന് പോകത്തില്ല. തട്ടിമുട്ടിയിൽ ഞാൻ ഉറപ്പായിട്ട് തിരിച്ചു വരും. എനിക്ക് അങ്ങനെ ഒന്നും വിട്ട് കളയാൻ പറ്റത്തില്ല. എന്റെ ഫാമിലി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് തട്ടിമുട്ടിയിലെ എന്റെ കൂടെ അഭിനയിക്കുന്ന എല്ലാവരും, അതുപോലെ തന്നെ അവിടെ ഉള്ള ക്രൂ മെമ്പേഴ്സ് എല്ലാവരും തന്നെ. അപ്പോൾ അങ്ങനെ എനിക്ക് മിസ് ചെയ്ത് ഒരുപാട് നാളൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ കൊറോണയൊക്കെ ഒന്ന് ഒതുങ്ങി ലീവൊക്കെ കിട്ടിയിട്ട് ഞാൻ വന്ന് എന്തായാലും അഭിനയിക്കും. നിങ്ങളുടെയൊക്കെ മീനാക്ഷിയായിട്ട് ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. പിന്നെ തട്ടിമുട്ടിയ ഫാമിലി മിസ് ചെയ്യുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഫാമിലിയെ ഞാൻ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ തട്ടിമുട്ടിയും മിസ് ചെയ്യുന്നുണ്ട്. അതിലുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സ് ഇൻക്ലൂഡിങ് അതിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെ എല്ലാവരും ഒരുപോലെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും വലിയ ഒരു മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫാമിലി, അതുപോലെ തന്നെ തട്ടിമുട്ടി ടീം, തട്ടിമുട്ടി സീരിയൽ, അതുപോലെ തന്നെ അതിലുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സിനെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉടനെ തന്നെ അങ്ങനെ എന്റെ ശല്യമൊന്നും ഞാൻ അങ്ങനെ നിർത്തുകയില്ല. ഞാൻ വേഗം തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. പിന്നെ വിവാഹത്തെ കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ അതിനെ പറ്റി ഒന്നും ആലോചിക്കുന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് എന്റെ കരിയറൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട്, അത് മാത്രമല്ല എനിക്കിപ്പോ വലിയ പ്രായമൊന്നും ആയിട്ടില്ല. അപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മെച്യൂരിറ്റി വന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ കല്യാണത്തെ പറ്റി ചിന്തിക്കുന്നുള്ളൂ. പിന്നെ മീനാക്ഷി എന്ന ക്യാരക്ടർ ഇച്ചിരി അഹങ്കാരിയായി മാറിയായിരുന്നല്ലോ, സ്വയം അങ്ങനെയാണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അതിനുള്ള ഉത്തരം ഞാനല്ല പറയുന്നത്. സ്വയം അഹങ്കാരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹങ്കാരി അല്ല. ഞാൻ അങ്ങനെ അത്ര അഹങ്കാരമൊന്നും കാണിക്കാറില്ല. ഇപ്പൊ ആരോടെങ്കിലും എന്നെ പറ്റി ചോദിക്കുവാണെങ്കിൽ ഭാഗ്യലക്ഷ്മി അഹങ്കാരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹങ്കാരി അല്ല എന്ന് പറയുള്ളൂ എന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്റെ ഒരു കണക്കൂട്ടാൻ ഞാൻ അഹങ്കാരിയല്ല. ഞാൻ അത്യാവശ്യം ഒരു പാവം പിടിച്ച കുട്ടിയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ എന്തുകൊണ്ടാണ് ഓൺലൈൻ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്നും ഇല്ലാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓൺലൈൻ അതായത് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. സോഷ്യൽ മീഡിയ ഞാൻ അധികം ആക്റ്റീവ് അല്ല. കൂടുതലും ഞാൻ എന്റെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ആയിട്ട് കോണ്ടാക്ട് വെക്കുന്നത് വാട്സപ്പിലാണ്. അതല്ലാതെ ഞാൻ ഒരു സോഷ്യൽ മീഡിയ, അതായത് ഇൻസ്റ്റാഗ്രാം ഒന്നും യൂസ് ചെയ്യാറില്ല. അതിനോട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഭ്രമമില്ല. അതുകൊണ്ടാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് കോവിഡ് എന്ന സാഹചര്യത്തിൽ പ്രേക്ഷകരോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്? ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ഈ കൊറോണ എന്ന് പറയുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് കൊറോണയുടെ ഇഷ്യൂസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഒത്തിരി സീരിയസ് ആയത്. എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കൊറോണ എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു അസുഖത്തിൽ നിന്ന് എങ്ങനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നോ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സൊസൈറ്റിയും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മാസ്ക് ഉപയോഗിക്കുക, അൺനെസസറി ആയിട്ടുള്ള ഗ്യാതറിങ്സ് ഒഴിവാക്കുക. കാരണം നമ്മൾ ഒരാൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേരെ രക്ഷിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഫാമിലിയെ നമ്മൾ നോക്കുന്നത് അതുപോലെ തന്നെ സൊസൈറ്റി ഫുൾ നമ്മളെ കൊണ്ടാകുന്ന പോലെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഓൾ പ്രിവെന്റീവ് മെഷേഴ്സ് എല്ലാവരും എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
എല്ലാ ഹോസ്പിറ്റലും, അതായത് ഇന്ത്യയിലും എല്ലാം നമ്മുടെ ലോകത്തെ എല്ലാവരും, അതായത് ഹോസ്പിറ്റലിലെ എല്ലാവരും ഒരേപോലെ, അതായത് ഈവൻ ഹോസ്പിറ്റലിലുള്ള കീ വർക്കേഴ്സ്, അതുപോലെ തന്നെ നഴ്സസ്, ഡോക്ടേഴ്സ് എല്ലാവരും ഒരേപോലെ പ്രയത്നിക്കുന്നുണ്ട്. ഒരേപോലെ എല്ലാവരും കഷ്ടപ്പെട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ഈ ഒരു അസുഖം അല്ലെങ്കിൽ കൊറോണ എന്ന് പറയുന്ന ഒരു വില്ലനെ നമുക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റും. നമ്മൾ എന്ത് പ്രോബ്ലം വന്നാലും തളരാതെ പിടിച്ചു നിൽക്കുക എന്നാണ് എന്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഈസി ആയിട്ട് നമുക്ക് ഫേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അവസാന എപ്പിസോഡുകൾ എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ഫീല്, അവസാന എപ്പിസോഡുകൾ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന്റെ 2-3 ദിവസം മുമ്പ് വരെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എന്റെ മനസ്സിൽ മുഴുവൻ പോകുന്നതിന്റെ ടെൻഷനും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ പോകുന്നതിനോടനുബന്ധിച്ചിട്ടുള്ള സീൻസ് ആയിരുന്നു എനിക്ക് അഭിനയിക്കാനും ഉണ്ടായിരുന്നത്. ശരിക്കും എന്റെ ഉള്ളില് ഭയങ്കര വിഷമമായിരുന്നു. അത് ആ ക്രൂവില്, അതായത് തട്ടിമുട്ടിയിൽ സെറ്റിലും എല്ലാവർക്കും, ഇപ്പൊ എന്റെ ഉള്ളിലുണ്ടായിരുന്ന സങ്കടം എല്ലാവരിലും ഞാൻ ആരെ നോക്കിയാലും എനിക്ക് ആ ഒരു സങ്കടം ഫീൽ ചെയ്യുന്നുണ്ട്.